പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട വികാരിച്ച ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ആദ്യമേ ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് നമ്മുടെ വിശ്വാസമാണ്. അതിൻ്റെ കാരണം നമ്മൾ ഈ ഭൂമിയിൽ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്നാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ അനുദിനമെന്നോണം വർദ്ധിപ്പിക്കുന്ന, ആ വിശ്വാസത്തെ എല്ലായ്പ്പോഴും ആഘോഷിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം ദിവസങ്ങൾ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയും പ്രതീക്ഷയുമൊക്കെ നമുക്ക് നൽകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ യേശു ജനിച്ചു എന്ന ആ ഒരു ഓർമ്മ ഇന്ന് നമ്മൾ ക്രിസ്മസായി ആഘോഷിക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമല്ല, മറിച്ച് എല്ലാ ദിവസവുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് വേണ്ടി അപ്രകാരം ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ചു എന്നുള്ളത്, ആ ഓർമ്മപ്പെടുത്തൽ ദൈവം ഇന്നും നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ ഒപ്പമുണ്ട്, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നമ്മളാരും നിരാശരല്ല, അനാഥരല്ല. കൂടെയുള്ള ഒരു ദൈവം, കൂടെ വസിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമുക്ക് കൂടുതൽ ജീവിക്കാനുള്ള ആവേശം തരുന്നത്. അതുകൊണ്ട് ഈ ബലിയർപ്പിച്ച ദൈവത്തിന് നന്ദി പറയും. കൂടെ വസിക്കുന്ന, നിരന്തരം നമ്മളെ പരിപാലിക്കുന്ന, ആ സ്നേഹത്തിലും വിശ്വാസത്തിലും നമ്മളെ നിലനിർത്തുന്ന ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഈ ബലിയിൽ, ഈ അൾത്താറിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പരിശുദ്ധമായ ഈ ബലി ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കേണ്ടത് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് അനുതാപത്തിൻ്റെ ഗീതം നമുക്ക് ആലപിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ
സർവശക്തനായ ദൈവമേ, മനുഷ്യാവതാരം ചെയ്ത അങ്ങേ തിരുവചനത്തിന്റെ നവ്യപ്രഭയിൽ ഞങ്ങൾ നിറയുമ്പോൾ വിശ്വാസത്തിലൂടെ മനസ്സിൽ പ്രകാശിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തികളിലും പ്രതിഫലിപ്പിക്കുവാൻ കഴിയണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു, ഇതാ അവിടത്തെ പ്രതിഫലം അവിടത്തോടുകൂടെ, സമ്മാനം അവിടത്തെ മുൻപിലും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവൾ അപരിത്യുക്ത നഗരം എന്നും നീ വിളിക്കപ്പെടും. കർത്താവിന്റെ വചനം. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കർത്താവിന്റെ വചനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിനുള്ള വായന. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മളെ അറിയിച്ച സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതിനുള്ള ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. ഇത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. കർത്താവിൻ്റെ സുവിശേഷം. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ സെബലൂൺ, നഫ്താലി എന്നീ ദേശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം പുതിയ പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു വെളിച്ചം ഉദയം ചെയ്തു എന്ന് പറയുന്നു. അതൊരു പ്രവചനമാണ്. സെബലൂൺ, നഫ്താലി എന്നീ പറയുന്ന സ്ഥലങ്ങൾ വിജാതീയ സ്ഥലങ്ങളാണ്. അത് ഗലീലി എന്ന് പറയുന്ന ദേശത്തുള്ള വിജാതീയരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലത്ത് മിക്കവാറും ഒത്തിരിയേറെ കൊള്ളരുതായ്മകൾ നടക്കുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വിപ്ലവകാരികളുള്ള സ്ഥലം. വിപ്ലവകാരികൾ എന്ന് പറയുന്നത് റോമാക്കാർക്കെതിരെ, യേശുവിൻ്റെ കാലത്ത് റോമാക്കാർക്കെതിരെ വിപ്ലവം നയിച്ചിരുന്ന വിപ്ലവകാരികൾ, കള്ളന്മാർ, കൊള്ളക്കാർ എന്ന് വേണ്ട എല്ലാ തരം ചൂഷകർ, നികുതി അമിതമായിട്ട് പിരിക്കുന്ന അങ്ങനെയുള്ളത്, പലിശക്കാർ, ഇങ്ങനെയുള്ള എല്ലാ ആളുകളും കൂടുന്നൊരു സ്ഥലമാണ് സെബലൂൺ, നഫ്താലി എന്ന് പറയുന്ന സ്ഥലം. അന്ധകാരത്തിൻ്റെ ദേശം എന്നാണ് അറിയപ്പെടുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, സെബലൂൺ, നഫ്താലി എന്നീ ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പുതിയ പ്രകാശം കണ്ടു എന്ന്. പിന്നീട് യേശുവിൻ്റെ പരസ്യജീവിതം നടക്കുന്ന സമയത്ത് യേശു ആദ്യം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊന്ന്
ഈ സെബുലൂൺ നഫ്താലി ദേശമാണ്. ഗലീലയിൽ യേശു തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അത് കഫർനാം എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രമാക്കിയിട്ട് ആരംഭിച്ചു. കഫർനാമിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് സെബുലൂൺ നഫ്താലി. അപ്പോൾ മത്തായി സുവിശേഷകൻ പ്രത്യേകം എഴുതി വെച്ചു, യേശുവിൻ്റെ ആ ദേശത്തുള്ള പ്രവർത്തനത്തെ കണ്ടിട്ട് എഴുതി വെച്ചത് പ്രവാചകന്റെ മൊഴി അങ്ങനെ പൂർത്തിയായി. സെബുലൂൺ നഫ്താലി എന്ന ദേശത്ത് ആ പ്രവചനം അതേപടി എഴുതി വെച്ചിരിക്കുകയാണ്. എന്നീ ദേശത്തുള്ള ജനം ഒരു പുതിയ പ്രകാശം കണ്ടു എന്ന്. വാസ്തവത്തിൽ ഈ ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അന്ധകാരത്തിൻ്റെ ദേശത്ത് പ്രകാശം ഉദിക്കുന്നതാണ് ക്രിസ്മസ്. അതായത് ഏത് തരത്തിലുള്ള മനുഷ്യരിലാണ്, എല്ലാ മനുഷ്യരും അന്ധകാരത്തിലാവാം, പക്ഷെ എല്ലാ മനുഷ്യരുടെ മേലും പ്രകാശം ഉദിക്കുന്നില്ല. എല്ലാവരുടെ മേലും പ്രകാശം ഉദിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഈ പ്രകാശത്തെ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുന്നത് പ്രധാനമായിട്ട് ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. ഈ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ല പ്രകാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മേൽ ഇത് പ്രത്യേകമായിട്ട് ഉദിക്കുന്നു. കാരണം അവരിത് തിരിച്ചറിയുന്നു, മറ്റു പലരും ഇത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് യേശു ജനിച്ച സമയത്ത് ആട്ടിടയന്മാർക്ക് ഈ പ്രകാശം കണ്ടു, അവർ തിരിച്ചറിഞ്ഞു, അവർ പോയി ഉണ്ണിയെ ആരാധിച്ചു. പൂജരാജാക്കന്മാർക്ക് ഈ പ്രകാശം കണ്ടു നക്ഷത്രത്തിന്റെ രൂപത്തിൽ, അവരത് തിരിച്ചറിഞ്ഞു. ദേശങ്ങൾ താണ്ടി അവർ യാത്ര ചെയ്ത് ഈ കുഞ്ഞിനെ വന്ന് ആരാധിച്ചു. എന്നാൽ തൊട്ടടുത്തുള്ള ബെത്ലഹേമിന് തൊട്ടടുത്തുള്ള ജെറൂസലേമിൽ രാജകൊട്ടാരത്തിൽ കഴിയുന്ന ഹെരോദേസും ഹെരോദേസിന്റെ കൂടെയുള്ള മറ്റുള്ളവരും ഫരിസേയരും സദുച്ചേയരും മതപ്രമാണിമാരും ഇവരെല്ലാവരും ഈ പ്രകാശം കാണുന്നുണ്ട്. പക്ഷേ അവരാരും ഈ പ്രകാശത്തെ തിരിച്ചറിയുന്നില്ല. ഹെരോദേസ് ഇതിനെ തിരിച്ചറിയുന്നത് ഹെരോദേസിനുള്ള പാരയായിട്ടാണ്. അതുകൊണ്ട് ഹെരോദേസ് എന്ത് ചെയ്തു? 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ പറഞ്ഞു. ഈ കുഞ്ഞിന്റെ ജനനം ഒരു പ്രശ്നമാണ്, തൻ്റെ അധികാരം നഷ്ടപ്പെടും, തൻ്റെ മകന് കൊടുക്കേണ്ട രാജസ്ഥാനം ഈ കുഞ്ഞ് തട്ടിയെടുക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഹെരോദേസ് എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ പറഞ്ഞു. അപ്പോ എല്ലാവരുടെ മേൽ ഉദിച്ച പ്രകാശമാണെങ്കിലും ഈ പ്രകാശത്തെ തിരിച്ചറിയുന്ന മനുഷ്യര് ദൈവാശ്രയ ബോധമുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിനായി കാത്തിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് 130-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ, കാവൽക്കാരനേക്കാൾ തീക്ഷ്ണതയോടെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു എന്ന സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നത്. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരൻ, അതായത് എവിടെയെങ്കിലും കാവൽ നിൽക്കുന്ന ആള്. കാവൽ നിൽക്കുന്ന ആള് രാത്രി മുഴുവൻ കാവൽ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നേരം എടുത്താൽ മതി എന്ന് ചിന്തിക്കും, എന്നിട്ട് വേണം അയാൾക്ക് വീട്ടിൽ പോകാൻ. അങ്ങനെ ഒരു കാവൽക്കാരൻ പ്രഭാതത്തിന് വേണ്ടി ഇങ്ങനെ തീക്ഷ്ണതയോടെ കാത്തിരിക്കുമ്പോൾ ആ കാവൽക്കാരന്റെ തീക്ഷ്ണതയേക്കാൾ കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയും. ഈ ഒരു കാത്തിരിപ്പ് നമ്മുടെ മനസ്സിൽ ദൈവത്തിന് വേണ്ടിയുള്ള ആ ഒരു തീക്ഷ്ണത, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തീക്ഷ്ണത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. കാരണം സങ്കീർത്തനത്തിൽ തന്നെ 30-ാമത്തെ സങ്കീർത്തനത്തിൽ 6-ാമത്തെ വാക്യത്തിൽ അങ്ങയുടെ പ്രകാശത്തിലാണ് എൻ്റെ പ്രകാശം എന്ന് പറയും. കർത്താവേ അങ്ങയുടെ പ്രകാശത്തിലാണ് എൻ്റെ പ്രകാശം. കർത്താവാണ് എൻ്റെ പ്രകാശം എന്നുള്ളതാണ്. ദൈവം പ്രകാശമായി നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ദൈവത്തിൻ്റെ പ്രകാശമില്ല എങ്കിൽ ഇരുട്ടാണ്. നടപടി പുസ്തകം, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രകാശത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയുമോ? സുവിശേഷമാണ് പ്രകാശം, ദൈവത്തിന്റെ വചനമാണ് പ്രകാശം. അങ്ങനെ പൗലോസ് പറയാം, സുവിശേഷമാണ് പ്രകാശം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു താല്പര്യത്തിന് വേണ്ടി,
ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, ഇരുള് നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിക്കൊണ്ടിരിക്കുക, അന്ധകാരത്തിൻ്റെ യുഗം എന്ന് വേണം പറയാവുന്ന രീതിയിൽ അനുദിനമെന്നോണം മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ, രോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ, തീവ്രവാദത്തെക്കുറിച്ചുള്ള വാർത്തകൾ, യുദ്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അതായത് ശീതയുദ്ധങ്ങൾ നടക്കുന്നു എന്ന് പറയാം. ശീതയുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പുറമേ ഒരു യുദ്ധം തോന്നില്ല, പക്ഷെ യുദ്ധമുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ട്. അപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഒരുക്കമായിട്ടുള്ള ശീതയുദ്ധം എന്നാണ് പൊതുവെ അതിനെ പറയുന്നത്. അതിലേക്ക് നയിക്കുന്ന ശീതയുദ്ധങ്ങൾ നടക്കുന്നു, പീഡനങ്ങൾ നടക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ തന്നെ വൈറസ്, പല രീതിയിലുള്ള വൈറസുകൾ, കോവിഡ് കഴിഞ്ഞു, ഇനി അടുത്തത് വന്നു കഴിഞ്ഞു. ഇതിനേക്കാൾ ഭീകരം മനുഷ്യത്തിന്റെ ജീവന് യാതൊരു സുരക്ഷിതത്വമില്ലാത്ത, ഒരാൾക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റാത്ത, ഒരാളുടെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കാൻ ധൈര്യമില്ലാത്ത ഒരു കാലം, സ്വന്തം കുടുംബത്തിൽ പോലും അങ്ങനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഒരു വെളിച്ചം നമ്മുടെ ഇടയിലേക്ക് തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശു ജനിച്ചു കഴിഞ്ഞിട്ട് യേശു പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ട് ഗലീലി എന്ന് പറയുന്ന സ്ഥലത്താണ്. യേശു നസ്രത്തുകാരനാണ്. ബെത്ലഹേമിലാണ് ജനിച്ചതെങ്കിൽ നസ്രത്തിലാണ് വസിച്ചത്, നസ്രായനാണ്. അത് കഴിഞ്ഞ് യേശു ജെറൂസലേമിലായിരിക്കുന്ന സമയത്താണ് സ്നാപക യോഹന്നാനെ ഹെരോദേസ് ജയിലിലടക്കുന്നത്. ഹെരോദേസ് സ്നാപകനെ ജയിലിലടച്ചു എന്ന് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. എന്നിട്ട് ഗലീലി എന്ന് പറയുന്ന ദേശത്ത് തിരിച്ചു വന്നു. എന്നിട്ട് തന്റെ പ്രവർത്തനം ആരംഭിച്ചു. എന്തുകൊണ്ടാണ് യേശു ഗലീലി തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ഓർക്കണം. ഗലീലിയിലാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട മനുഷ്യര്, ദരിദ്രര്, പാപികളാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുള്ളത്. ഞങ്ങൾ പാപികളാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന മനുഷ്യരുള്ളത് ഗലീലിയിലാണ്. കൂടുതലും മത്സ്യത്തൊഴിലാളികളായിരുന്നു, പിന്നെ ആശാരിപ്പണിക്കാർ. അതാണ് ഗലീലിയുടെ പ്രധാന തൊഴിൽ. ഇത് രണ്ടുമാണ്. അതുകൊണ്ടാണ് യേശു തന്നെ ആശാരി എന്ന് അറിയപ്പെട്ടത്. യേശുവിനെ അങ്ങനെ വിളിക്കുന്നുണ്ട്, നീ ആശാരിപ്പണിക്കാരനല്ലേ, അതുകൂടാതെ നീ തച്ചൻ്റെ മകനല്ലേ എന്നൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ അവർ സംസാരിക്കുന്ന ഭാഷ അറമായ ഭാഷ, ഏറ്റവും വില കുറഞ്ഞ ഭാഷയായിരുന്നു ആ കാലഘട്ടത്തിൽ അറമായ ഭാഷ. കാരണം അന്ന് ഗ്രീക്ക് ഭാഷ, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഗ്രീക്ക് ഭാഷ സംസാരിക്കും. ജെറൂസലേം ഏരിയയിലുള്ളവർ മിക്കവാറും ഗ്രീക്ക് ഭാഷ എല്ലാവർക്കും വശമാണ്. കാരണം അത് സമ്പന്നന്റെ ഭാഷയാണ്. അവിടെ സമ്പന്നര് ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ് ജെറൂസലേം, യൂദയ ദേശം. അപ്പൊ ഈ വിജാതീയരുടെ നാട് എന്നാണ് ഈ ഗലീലി അറിയപ്പെടുന്നത് തന്നെ. അവിടെയുള്ള യഹൂദരെ മറ്റു വിജാതിയർ അംഗീകരിക്കാറില്ല. അവർ താണജാതിക്കാരെ പോലെയാണ്, ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗം. അവരുടെ ഇടയിലാണ് യേശു താമസിച്ചത്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട യഹൂദരുടെ ഇടയിൽ അവരുടെ ഭാഷയാണ് സംസാരിച്ചത്, ഗ്രീക്കല്ല, അറമായ ഭാഷ. അത് ഗ്രീക്ക് യേശുവിന് അറിയാൻ പാടില്ല എന്നല്ല, അവരുടെ ഭാഷ അവർക്ക് വേണ്ടി സംസാരിച്ചു. അവരോടൊപ്പം ആയിരുന്നു. ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് അവിടെയാണ്, ഗലീലയിലാണ്. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഗലീലയിലാണ്. അവരുടെ കൂടെയായിരുന്നു യേശു. അപ്പോ സ്നാപക യോഹന്നാന് ഒരു സംശയം ഉണ്ടായി. യേശു തന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ, ജയിലിൽ സ്നാപകൻ അടക്കുന്നതിന് തൊട്ടു മുമ്പ് യേശു ഈ പാവങ്ങളുടെ കൂടെ, വിജാതിയരുടെ കൂടെയൊക്കെ കഴിയണമെന്നപ്പോൾ സ്നാപകന് തോന്നി ഇപ്പം മിശിഹായാണ്. സംശയം. എന്താ സംശയത്തിന്റെ കാരണം എന്നറിയോ? രക്ഷകൻ മിശിഹ അവൻ രക്ഷിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ യഹൂദരെ രക്ഷിക്കാൻ വരിക, ഇസ്രായേലിനെ രക്ഷിക്കാനാണ് വരുന്നത്. വിജാതിയരെ അവൻ വിധിക്കാനാണ് വരിക. കാരണം അവൻ വിധിയാളനാണ്. അവൻ വിധിയാളനാണ് രക്ഷകൻ അല്ലെങ്കിൽ മിശിഹ. അവൻ വിജാതിയരെയൊക്കെ വിധിക്കുകയും യഹൂദരെ മാത്രം രക്ഷിക്കുകയും ചെയ്യും എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. യഹൂദരൊക്കെ വിശ്വസിച്ചിരുന്ന അങ്ങനെ, ഇസ്രായേൽക്കാർ മുഴുവനും. അപ്പൊ സ്നാപകനൊരു യഹൂദനായതുകൊണ്ട് സ്നാപകനും വിശ്വസിച്ചു യേശു എല്ലാവരെയും, വിജാതിയരെ മുഴുവൻ വിധിക്കുകയും യഹൂദരെ മാത്രം രക്ഷിക്കുകയും ചെയ്യുന്നവനായിരിക്കും
എന്നാണ് സ്നാപകനും വിചാരിച്ചത്. പക്ഷേ സ്നാപകൻ നോക്കിയപ്പോൾ യേശു വിജാതിയരുടെ കൂടെയാണ്. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, അവരോട് ഇടപഴകുന്നു, അവരുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇത് വിധിക്കാൻ വന്നവന്റെ അവരുടെ കൂടെ ആയിരിക്കുന്നു. പിന്നെ എങ്ങനെ യേശുവിനെ വിശ്വസിക്കും? അതുകൊണ്ട് സ്നാപകൻ 2 ശിഷ്യന്മാരെ അങ്ങോട്ട് അയച്ചു. എന്നിട്ട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരാളെ പ്രതീക്ഷിക്കണമോ? അങ്ങനെ ചോദിക്കണം. അപ്പോൾ യേശു അതിന് മറുപടി പറയാൻ എന്താണെന്നറിയോ? അവനോട് ചെന്ന് പറയുക, നിങ്ങൾ കാണുന്നത് എന്താണ് എന്ന്. എന്താണ് നിങ്ങൾ കാണുന്നത്? അന്ധന്മാർ കാണുന്നു, ബധിരർ കേൾക്കുന്നു, മൂകർ സംസാരിക്കുന്നു, പിശാച് ബാധ ഒഴിവാക്കപ്പെടുന്നു, രോഗികൾ സുഖമാക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഇങ്ങനെ പറഞ്ഞു വിടുക. അപ്പോൾ മിശിഹ എന്ന് പറയുന്നത്, മിശിഹ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം യെശയ്യാപ്രവാചകൻ എഴുതിയിട്ടുണ്ട്. 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ മിശിഹ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതാണ് യേശു കഫർനാമിൽ തന്റെ പ്രസംഗം സിനഗോഗിൽ ആരംഭിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മൂകർക്ക് സംസാര ശക്തിയും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യേശു പറയാണ്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം, ഈ പ്രവചനം പൂർത്തിയായി. യേശുവിന്റെ സാന്നിധ്യം. അപ്പോൾ യേശുവിന്റെ സാന്നിധ്യം അന്ധത മാറ്റുന്നു. യേശുവിന്റെ സാന്നിധ്യം ബധിരന് കേൾവിശക്തി കൊടുക്കുന്നു, മൂകന് സംസാര ശക്തി കൊടുക്കുന്നു, പിശാച് ബാധ ഒഴിവാക്കപ്പെടുന്നു, ദരിദ്രന് സുവിശേഷം ലഭിക്കുന്നു. ഇത് രക്ഷകനാണ്, വിധിയാമല്ല. യേശു പ്രഥമത രക്ഷകനാണ്. അതാണ് സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറയണം. സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു, നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ തന്നെ ദൈവത്തെ നമ്മൾ കാണേണ്ടത് വിധിക്കുന്നവനായിട്ടോ ശിക്ഷിക്കുന്നവനായിട്ടോ അല്ല, രക്ഷിക്കുന്നവനായിട്ടും ക്ഷമിക്കുന്നവനായിട്ടും കരുണ നിറഞ്ഞവനായിട്ടും. കർത്താവ് കരുണയുള്ള, ഒരമ്മയുടേതുപോലെയുള്ള കാരുണ്യം, ഒരപ്പൻ്റേതുപോലെയുള്ള കാരുണ്യം. ഇങ്ങനെ ബൈബിളിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയാം. അപ്പൻ്റെ കാരുണ്യം, അമ്മയുടെ കാരുണ്യം. അപ്പൻ്റെ കാരുണ്യം ക്ഷമിക്കുന്ന കാരുണ്യം, അമ്മയുടെ കാരുണ്യം സംരക്ഷിക്കുന്ന കരുതുന്ന കാരുണ്യം. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാം. ഇപ്പം ദൈവത്തിന് ഇത് രണ്ടുമുണ്ട്. അപ്പൻ്റെ ക്ഷമിക്കുന്ന കാരുണ്യമുണ്ട്, അമ്മയുടെ കരുതുന്ന കാരുണ്യമുണ്ട്. അങ്ങനെയുള്ള കാരുണ്യമുള്ള ദൈവം, രക്ഷിക്കുന്ന ദൈവം, അതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം വളരെ ആഴപ്പെടും തോറും ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തെളിയും. നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിലൊക്കെ യേശുവിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ ആശ്രയിക്കും. ഈ ക്രിസ്മസ് അതിനുള്ളൊരു അവസരമായിട്ട് മാറട്ടെ. കർത്താവ് വിധിയാളനായിട്ട് വരുന്നത് 2ാം വരവില്ല, ഇപ്പോഴാണ്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് രക്ഷകനാണ്. ആ രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ. സങ്കീർത്തകൻ പറയുന്നതിൽ മാൻപേട നീർച്ചാൽ തേടുന്നത് പോലെ കർത്താവേ എൻ്റെ ആത്മാവ് നിന്നെ തേടുന്നു. ഈ ഒരു അനുഭവം, ആ ഒരു തീക്ഷ്ണത നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് പിറക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കട്ടെ. എപ്പോഴും വെളിച്ചം, പ്രകാശം ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം കുറിക്കുക. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിനെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന് കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. നമുക്കൊരു നിമിഷം മുട്ടുവെക്കുക. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കും. അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവനാഥനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, സർവശക്തനും കാരുണ്യവാനുമായ പിതാവായ ദൈവത്തോട് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി അമലോത്ഭകലിക വചനത്താൽ ഗർഭധരിച്ചതും ആത്മീയമായ വിധം ജന്മം നൽകിയതുമായ യേശുവിനെ വിശ്വാസസ്ഥിരതയോടെ സഭ കാത്തിരിക്കാനും സന്തുഷ്ടോടെ സ്വീകരിക്കുവാനും വേണ്ടി കർത്താവോട് നമുക്ക് അപേക്ഷിക്കാം. ലോകം മുഴുവൻ്റെയും അഭിവൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ഐഹിക ദാനങ്ങൾ നിത്യതയിലേക്കുള്ള സമാനമായി പരിണമിക്കാനായി കർത്താവിന് നമുക്ക് അപേക്ഷിക്കാം. വിശപ്പ്, രോഗവും വ്യായാമങ്ങളും ക്ലേശിക്കാൻ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം വഴി അവർക്ക് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒന്നുപോലെ ആശ്വാസം ലഭിക്കാൻ കർത്താവിന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സമൂഹ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരിലും അവിടത്തെ സ്വീകരിക്കാൻ കുടുംബങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി കർത്താവിന് നമുക്ക് അപേക്ഷിക്കാം. എല്ലാവിധ പാർശ്വവ്യാധികളിൽ നിന്നും മാരകരോഗങ്ങളിൽ നിന്നും വൈശ്യശക്തികളിൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നിർമ്മല മുതലത്തിൽ ദൈവ മനുഷ്യനുമായവന് സംഭവിക്കാൻ അർഹയായ കന്യാമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയിൽ അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാ എന്നിൽ മാത്രം
ഒടുവിലെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ദിനത്തിലെ പിറവിയുടെ രഹസ്യങ്ങളാൽ ഞങ്ങളുടെ കാഴ്ച വസ്തുക്കൾ യോഗ്യമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനായി ജനിച്ച അവിടുന്ന് ദൈവമായും പ്രശോഭിച്ചതുപോലെ ഈ ഭൗമിക വസ്തുക്കൾ ദൈവികമായവ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുക. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത തിരുവചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും അധീശന്മാരോടും ഭദ്രാസനന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സ്തുതിഗീതികൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണികളിൽ പവിത്രമാകുന്നു. അങ്ങനെ ഞങ്ങൾക്കായവ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് മുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കണം. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങ് മരണം പ്രഖ്യാപിക്കുക, അങ്ങ് ഉയർത്തുന്നത് തുടരുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദികത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യേകിച്ചോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനികളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകലവിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുവരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് അവിടുത്തെ വത്സല മക്കളായ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നോ വേണ്ടുന്നോ ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ദൈവമായി ജീവിച്ചു മാറുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കേട്ടുവിടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയണമേ. ലോകത്തിൻ പാപ
ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമാ ഈ വിരുന്നിൽ പങ്കുചേരുന്ന ഭാഗ്യമുള്ളൂ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. യേശുവേ, ഉമ്മ വച്ചു നിർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ,
വിവാഹ പരസ്യം ഈടവ കൊല്ലമരമ്പി ജോസഫിൻ്റെയും മരിയ ട്രീസയുടെയും മകൾ അൽഫോൺസ സൈമയും ഉത്തേടൻ സെൻറ് മേരീസ് മഗ്ദലന പള്ളിയുടെ വക തേലപ്പറമ്പിൽ ജോർജിൻ്റെയും സിമിയുടെയും മകൻ പൗലോസ് ആന്റണിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് മൂന്നാമത്തെ അറിയിപ്പാകുന്നു. ഈ ഇടവക വൈപ്പിശ്ശേരി സാജുവിൻ്റെയും ഡൈനുവിൻ്റെയും മകൻ ഷെഫിക് ജോർജും ഞാറക്കൽ സെൻറ് മേരീസ് പള്ളിയുടെ വക കണ്ണമ്പുഴ ജിജുവിൻ്റെയും കൊളസ്റ്റിക്കയുടെയും മകൻ ജിജി മോളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക പുരിയന്തറ ജോണിൻ്റെയും ത്രേസ്യയുടെയും മകൾ മേരി ബിന്നെയും ആലപ്പുഴ സൗദി പള്ളിയുടെ വക ആറാട്ടുകുളക്കര മൈക്കിളിൻ്റെയും സ്മിതയുടെയും മകൻ സിജോയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇതേ രണ്ടും ഒന്നാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹങ്ങൾക്ക് കാരുണ്യമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അറിയിക്കേണ്ടതാണ്. നമ്മുടെ ഇടവാംഗമായ സ്റ്റാൻലി മാതിരപ്പള്ളി അച്ഛനാണ് നമുക്ക് വേണ്ടി ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തത്. അദ്ദേഹം കേരള ശിക്ഷയുടെ ബൈബിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരിയായിട്ട് പ്രവർത്തിക്കുകയാണ്. വലിയൊരു ബൈബിൾ പണ്ഡിതനാണ്. നമ്മുടെ എല്ലാ രൂപതകളിലും എല്ലാ പള്ളികളിലും ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നുണ്ട്. കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാ ഇടവകളിലും ബൈബിൾ ക്ലാസ്സെല്ലാം അദ്ദേഹം ആരംഭിച്ചതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം മഹത്തായ കാര്യങ്ങളാണ് നമ്മുടെ കേരള സഭയ്ക്ക് വേണ്ടി ബൈബിൾ പ്രസ്ഥാനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും നേരം നമുക്ക് വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സന്ദേശം നൽകിയതിനെ സാന്നിധ്യത്തിന് എല്ലാവരും വേണ്ടി ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പള്ളിയിൽ നക്ഷത്രം ഒരുക്കിയത് പുൽക്കൂടും അതുപോലെ നക്ഷത്രം ഒരുക്കിയത് CSS സഹോദരങ്ങളാണ്. പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് വിനോദ്, ജിജി, മനു വർഗീസ്, നോയൽ എന്നീ യുവജനങ്ങളാണ്. അവർക്കെല്ലാം പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അൽത്താര മനോഹരമായി അലങ്കരിച്ചത് ജോയൽ എന്ന അതുപോലെ പള്ളി പരിസരമെല്ലാം സീരിയസ് കൊണ്ട് അലങ്കരിച്ചത് കുഞ്ഞപ്പൻ ആണ്. പാട്ടുകാർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. RCC സ്കൂളിൽ LKGയുടെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2011-12 കൊല്ലങ്ങളിൽ കൂടുന്നതായ കുട്ടികളുടെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മളുടെ സ്ഥാപനമായതുകൊണ്ട് കഴിയുന്നതും അതേ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി മാതാക്കന്മാർ പരിശ്രമിക്കുന്നു, കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കുർബാനയുടെ ക്രമീകരണം നടത്തുന്നതിന് വേണ്ടി സഹായിക്കുകയുണ്ടായി. അവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ ബലി മനോഹരമാക്കി തീർക്കുന്നതിനോട് സഹായിച്ച കപ്പേരി ചെമ്മൂരി ഓട്ടോ ബോയ്സ് അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ മംഗളങ്ങൾ പ്രതീകം ചെയ്യുന്നു. ഇന്ന് രാവിലെ 9 മണിക്കും കൂടി ഒരു കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും എഴുന്നേൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ജനനം ആനന്ദഭക്തിയോടെ ആചരിക്കുന്ന ഞങ്ങൾക്ക് ഈ ദിവ്യരഹസ്യത്തിൻ്റെ നിഗൂഢത വിശ്വാസത്താൽ ഗ്രഹിക്കുന്നതിനും പൂർണ്ണമായ കൂടുതൽ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയോടെ വിലമതിക്കുന്നതിനും അങ്ങ് ഇടവരുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നിർമ്മല കന്യേ വാഴ്ക, നിന്റെ മക്കൾക്ക് അഭയം